ഗായ്സ്, കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചുമല ചീരയില്ലേ അതിൻ്റെ തോരൻ വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ചീര നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് കുടഞ്ഞ് വെള്ളം കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചീനിച്ചിട്ട് വെച്ച് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ചീരയും സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. സാധാരണ നമ്മൾ ചുമല ചീര കഴുകുമ്പോഴത്തേക്കും നമ്മൾ ചെളി ഒരു നമ്മൾ മണ്ണിൽ നിന്ന് പറിക്കുന്നതായതുകൊണ്ട് നല്ല ചെളിയും കുറച്ചൊരു നിറയെ കാണത്തുള്ളൂ. പക്ഷേ ഈ ചീര കഴുകാൻ നേരത്ത് നമ്മൾ ഈ കളറ് കലക്കത്തില്ലേ അതുപോലെ അങ്ങ് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്തുമാത്രം കളർ വേറെ ആയിട്ട് അവർ ആഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നേ. അപ്പോൾ ഒരു 10-12 തവണയോളം അത് കഴുകി കഴിഞ്ഞിട്ട് കേട്ടോ അത് ശരിയായി വന്ന കളറൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുടഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അരിയാവുള്ളൂ. കാരണം വെള്ളമയം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി പോവും, നമ്മുടെ കുഴഞ്ഞു പോവേ. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം തുള്ളി പോലും ഇല്ലാതെ അരിഞ്ഞതുകൊണ്ട് ചീര വെച്ച് തോരനായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം, തുള്ളി പോലും കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. അതാണ് ചീര കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. ചീരത്തോരനൊക്കെ എല്ലാവരും വെക്കുന്നതാണെന്നാലും പുതുതായിട്ടൊരു ആൾക്കാർ നമ്മുടെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് അവർക്കൊന്ന് ഇരുന്നോട്ടെന്നോർത്ത് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. അറിയാവുന്ന ആൾക്കാരൊന്നും ഈ രീതിയിലാണ് വെക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മളിതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഞാൻ ചിരണ്ടിയ തേങ്ങ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചതച്ചിട്ടും കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഒരു ജീരകവും മഞ്ഞൾപ്പൊടിയും 2-3 ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നുള്ളൂ. പിന്നെ പച്ചമുളകും വേണം നിങ്ങൾക്ക് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞിട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കും കൂടെ ഉള്ളതായതുകൊണ്ട് അഥവാ ഇച്ചിരി എരിവ് കൂടിപ്പോയാലും മുളക് പെറുക്കി കളയാലോ, അത് ഓർത്താണ് അരിഞ്ഞിട്ടേക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചതച്ചിടുവോ അരിഞ്ഞിടുവോ എങ്ങനെ വെള്ളം ചെയ്യാവേ. ഇപ്പോൾ ചീര ഒന്നും തോർന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊരു വെള്ളമയം ഇല്ല, എന്നാലും ചെറുതായിട്ടൊരു ഇത് കാണും. നമ്മളിങ്ങനെ തോർത്തി വെച്ച് അങ്ങനെ വേണം വെക്കാനായിട്ട്. ആദ്യമേ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിങ്ങനെ നേരത്തെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും കുഴഞ്ഞു പോവേ. പിന്നെ ഇടയ്ക്കൊന്ന് അടച്ചും വെച്ച് കൊടുക്കണം. ഒത്തിരി നേരം അടച്ച് വെക്കൊന്നും വേണ്ട. അപ്പോൾ ആവി വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെയും കുഴഞ്ഞു പോവേ. ചീരത്തോരൻ വെക്കുമ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞു പോകാതെ തോരനായിട്ട് കിട്ടും. ഒന്ന് വെള്ളം കളഞ്ഞിട്ട് തോർന്ന് കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ഒത്തിരി നേരം അടച്ച് വെക്കുകയും ചെയ്യരുത്. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അടപ്പ് തുറന്നങ്ങ് വെച്ച് തോർത്തി എടുക്കണം. അല്ലെങ്കിൽ വീണ്ടും ആവി വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. ചുമല ചീര തോരൻ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.